വാക്കുകൾ അപ്രസക്തമാകുന്നൊരു വൈകാരിക മധ്യയാണ് ഞാനിന്നീ ദേവി സന്നിധിയിൽ നിൽക്കുന്നത്. അകം നിറയെ അമ്മയാണ് സാക്ഷാൽ ദേവി. പിന്നെ ഈയിടെ മാത്രം എന്നെ വിട്ടുപോയ എൻ്റെ സ്വന്തം അമ്മയുടെ നിറപാർന്ന ഓർമ്മകളും മനസ്സ് നിറഞ്ഞു നിൽക്കുകയാണ്. എൻ്റെ അമ്മ ശ്രീയാറ്റുകാൽ ദേവിയുടെ കരതീർന്ന ഒരു ഭക്തയായിരുന്നു. ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് ഏറ്റവും സന്തോഷിക്കുക അമ്മയായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എത്രയോ വർഷങ്ങൾ അമ്മ പൊങ്കാല സമർപ്പിച്ചു. ഏറെ ആരാധിക്കുന്ന ആറ്റുകാലമ്മയുടെ തിരുമുറ്റത്ത് ഈ ചടങ്ങിൽ നിൽക്കുന്നത് സുഹൃതമായി തന്നെ അമ്മ കണക്കാക്കുമായിരുന്നു. നമ്മൾ തിരുവനന്തപുരത്തുകാർക്ക് ആറ്റുകാലൊരു വികാരമാണ്. ആറ്റുകാൽ പൊങ്കാല തലസ്ഥാനത്തിൻ്റെ തിരുവോണം. ഏതൊരു തിരുവനന്തപുരത്തുകാരനെ പോലെയും എൻ്റെ കൗമാരവും ആറ്റുകാൽ അമ്പല ദർശനവും പൊങ്കാല അനുഭവമായി നിറഞ്ഞു നിൽക്കുന്നുണ്ട്. എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളിൽ അന്ന് ആറ്റുകാൽ ക്ഷേത്രം ഇത്രയും വികസിച്ചിട്ടില്ല. തിരുമുറ്റത്തിൽ ക്ഷേത്രത്തിന് ചുറ്റുവട്ടത്തിൻ്റെ വിസ്തീർണമേ ഉള്ളൂ. തൊട്ടുവശത്തുള്ള ദേവി കല്യാണ മണ്ഡപം പോലും പിന്നീടാണ് വരുന്നത്. ആദ്യം അതായിരുന്നു വാഹനങ്ങൾ നിർത്താനുള്ള ഇടം എന്നാണ് ഞാൻ ഓർക്കുന്നത്. ബാക്കി ചുറ്റുപാട് വയലുകളായിരുന്നു. പൊങ്കാല ദിവസമാകുമ്പോൾ ഈ ചുറ്റുപാട് മുഴുവൻ അടുപ്പുകളും ഭക്തരുമാകും. മുടവൻ മുകളിൽ താമസിച്ചിരുന്ന ഞങ്ങൾ പൂജപ്പുരയിലൂടെയും കരമനയിലൂടെയും ആറ്റുകാലിലേക്ക് പോയിരുന്ന വിളക്ക് കെട്ട് ഘോഷയാത്രകൾ ഞങ്ങൾക്കതൊരു ഉത്സവമായിരുന്നു. സപ്രമഞ്ജലിയിൽ ദേവി രൂപമുണ്ടാക്കി ചുമലിലേറ്റി ക്ഷേത്രത്തിലേക്ക് നെയ്യാണ്ടി മേളത്തോടെ ഗ്യാസ് ലൈറ്റുകളുടെ അകമ്പടിയോടെ ആനയിക്കുന്ന ഓരോ പ്രദേശത്തു നിന്നുള്ള ആഘോഷയാത്രകളെ തിരുവനന്തപുരത്തുകാർ എന്ന ചപ്രമെഴുന്നള്ളത്ത് എന്നാണ് വിളിച്ചിരുന്നത്.